ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇത് കണ്ടില്ലേ, മത്തൻ്റെ പൂക്കൾ പിടിച്ച് നിൽക്കുന്നത് എന്താ ഭംഗിയാന്ന് നോക്കി. ഇതൊക്കെ തനിയെ കിളിർത്ത് വന്നതാണ് ഈ മഴയത്ത്. ഇങ്ങനെ പടർന്ന് ഇങ്ങോട്ട് കിടപ്പുണ്ട്. തന്നെ വന്നാണ്, പിന്നെ ഇത് പിഴുത് കളഞ്ഞില്ല. ഈ മഴയത്ത് ഒടിഞ്ഞു വീണ കൊല കണ്ടില്ലേ. അതേപോലെ തന്നെ എൻ്റെ വഴുതനം കുറേ ഇതിനകത്ത് വിളവെടുത്തിട്ടുണ്ട്. നിറച്ച് പോച്ചയൊക്കെ ആയിരുന്നു, അതിൻ്റെ ചുവട്ടിലെല്ലാം പോച്ചയായിരുന്നു. അതെല്ലാം പിഴുത് കളഞ്ഞു. ഇനിയും വഴുതനങ്ങൾ ഇങ്ങനെ പിടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് ധാരാളം വഴുതനങ്ങ ഇതിനകത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇനിയും പിടിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പച്ചക്കറിക്ക് ക്ഷാമമില്ല. ഞാനിങ്ങനെ പറിച്ചെടുക്കാം. ഈ പപ്പായ പറിക്കുമ്പോഴേ ഈ താഴോട്ട് നിൽക്കുന്ന കണ്ടില്ലേ, ഈ താഴോട്ട് നിൽക്കുന്ന വിളവ് കൂടുതലായിരിക്കും. നമ്മൾ കറിക്ക് വെക്കുമ്പോൾ ഈ മുകളിൽ നിന്ന് മുകളിലോട്ട് നിൽക്കുന്ന കണ്ടില്ലേ, കിളർന്നതായിട്ട് നല്ല അങ്ങനെയുള്ളത് പറിച്ചാണ് നമ്മൾ തോരനോ എന്ത് തന്നെ കറിയായാലും നമ്മൾ ആ മുകളിൽ നിൽക്കുന്ന നോക്കി പറിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. താഴോട്ട് വരുന്നത് നമ്മൾ പഴുപ്പിക്കാനായിട്ട് എടുക്കാം. അപ്പം മുകളിൽ നിന്ന് ഒരു കപ്പ് പപ്പായ പറിച്ചെടുക്കാം. പറിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ കറി ഉണ്ടാക്കാനായിട്ട് നമ്മളുടെ അടുക്കളത്തോട്ടത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുക്കാം. മിക്ക ദിവസവും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ചുറ്റുവട്ടത്തിൽ തന്നെ എല്ലാം തന്നെ പച്ചക്കറികൾ അത്യാവശ്യമൊക്കെ ഉണ്ട്. ഇത് കൊള്ളില്ല കേട്ടോ, അത് കേടായിപ്പോയി. അത് വേണ്ട. പയറും പാവലും ഒക്കെ പിടിച്ച് നിൽപ്പുണ്ട്, അതുകൂടെ പറിച്ചെടുക്കാം. നിറയെ ഉറുമ്പുകളുണ്ട് കേട്ടോ. നല്ല ഒരു പാവയ്ക്ക നിൽപ്പുണ്ട്, അതുകൂടെ പറിക്കാം. ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നിന്ന് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത്. ഇത് കണ്ട കൊലയൊക്കെ ഒടിഞ്ഞ് കിടക്കുകയാണ്. ഇവിടുന്ന് തന്നെയാണ് പഴം ഇങ്ങനെ ശേഖരിച്ചെടുക്കുന്നത്. കണ്ട, നമുക്ക് ആവശ്യമുള്ള ഇങ്ങനെ ഇരിഞ്ഞെടുക്കും. നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നിന്ന് കിട്ടിയ ഇത്രയും പച്ചക്കറികൾ കിട്ടിയിട്ടുണ്ട്. കൂട്ടത്തിൽ കൊല ഒടിഞ്ഞു വീണ് കിടന്നതിൻ്റെ ആ പഴവും പറിച്ചെടുത്തിട്ടുണ്ട്.